ഹലോ വെൽക്കം ബാക്ക് ടു ലേണിനു. ഇന്ന് ടീച്ചേഴ്സ് ഡേ ആണ്. സോ ടീച്ചേഴ്സ് ഡേ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ലോഞ്ച് ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് അവർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ ഒബ്ജക്റ്റീവ് ബുക്സ് ആണ്, MCQ ആൻഡ് PYQ ബുക്ക്. ഓൾറെഡി ഇതിൻ്റെ ഈ ബുക്ക് നമ്മൾ നേരത്തെ തന്നെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലേണിനോ ആപ്പിൽ അത് അവൈലബിൾ ആക്കിയിട്ടുണ്ടായിരുന്നു. അത് റീഡിംഗ് ഫോമാറ്റിലാണ്, ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. 1 ഇയറിലേക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഹാർഡ് കോപ്പി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഹാർഡ് കോപ്പീസ് ആണ് ഞാൻ ഈ കാണിക്കുന്നത്. ഞാൻ ഇതിൻ്റെ എന്തൊക്കെയാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്നുള്ളത് ഞാൻ പറയാം. ബിഫോർ ദാറ്റ് നമുക്ക് ഇതിനകത്ത് 4 ബുക്സ് ആണ്, ഇതൊരു ബുക്ക് ബണ്ടിലായിട്ടാണ് വരുന്നത്. 4 ബുക്സ് ആണ് ഇതിനകത്ത് വരുന്നത്. അതിനകത്ത് 3 വോളിയൂംസ് ആയിട്ട്, വോളിയം 1, വോളിയം 2 ആൻഡ് വോളിയം 3, അങ്ങനെ 3 വോളിയം ആയിട്ട് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ വരുന്ന എല്ലാ സബ്ജക്റ്റും നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ബേസിക് ഇലക്ട്രിക്കൽ, കൺട്രോൾ സിസ്റ്റം തുടങ്ങിയിട്ടുള്ള ഇലക്ട്രിക്കൽ സബ്ജക്ട്സും പവർ ഇലക്ട്രോണിക്സ് എല്ലാം ഉണ്ട്. ദെൻ പിന്നെ നമുക്കൊരു ബുക്ക് വരുന്നത്, ഇത് സ്പെഷ്യൽ ആയിട്ടുള്ള PYQ ബുക്കാണ്. അതായത് റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള PSC എക്സാംസിന്റെ ഒക്കെ തന്നെ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള, PSC എക്സാംസ് മാത്രമല്ല മറ്റുള്ള എക്സാംസിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള, ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു PYQ ബുക്ക്. അങ്ങനെ 4 ബുക്സ് ചേരുന്ന ബുക്ക് ബണ്ടിലാണ് നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിന് കൊടുക്കുന്നത്. ഇനി ഞാൻ അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി പറയാം. ഇത് നമുക്ക് ITL ലെവലിലുള്ള എക്സാം, ഡിപ്ലോമ ലെവലിലുള്ള എക്സാം, ഡിഗ്രി ലെവലിലുള്ള എക്സാംസിനൊക്കെ തന്നെ യൂസ്ഫുൾ ആയിരിക്കും. ഇതിനകത്ത് നമ്മൾ ഓരോ വോളിയത്തിലും വരുന്ന സബ്ജക്ട്സ്, ഇപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ഇൻഡെക്സ് പേജിൽ ഇത് കൊടുത്തിട്ടുണ്ട്. ദെൻ ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയും, വളരെ ഹാൻഡി ആയിട്ട് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ ബുക്സ് ആണ്. നോർമലി നമ്മൾ ഒബ്ജക്റ്റീവ് ഇലക്ട്രോണിക്സ് ബുക്സ് ഒക്കെ തന്നെ വലിയ ബുക്കായിരിക്കും, അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതെല്ലാം ചെറിയ ചെറിയ ബുക്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്തവർക്കൊക്കെ അറിയാം, നമ്മൾ നോർമലി MCQ PDF ഒക്കെ കൊടുക്കുമ്പോൾ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അതിന്റെ ആൻസർ എക്സ്പ്ലനേഷനോടൊപ്പം തന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് അതിൽ പഠിക്കേണ്ട പോയിന്റ്സും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഓപ്പാമ്പിന്റെ എന്തെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ എക്സ്പ്ലനേഷനിൽ ഓപ്പാമ്പിന്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് ഒരു എക്സ്ട്രാ റീഡിങ്ങിനൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ആപ്ലിക്കേഷൻ ഓഫ് RC ഇന്റഗ്രേറ്ററിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ആൻസറിന്റെ ഒപ്പം തന്നെ അതിന്റെ ആപ്ലിക്കേഷൻസ് എല്ലാം നമ്മൾ കൊടുക്കുന്ന രീതിയിൽ, അങ്ങനെ വിത്ത് എക്സ്പ്ലനേഷൻ വരുന്ന ബുക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നല്ല പേജസിലാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. സോ ഇതിൽ ഞാൻ പറഞ്ഞ പോലെ 3 വോളിയത്തിലായിട്ടാണ് നമ്മൾ എല്ലാ സബ്ജക്റ്റും. ഞാൻ ജസ്റ്റ് സബ്ജക്ട്സും കൂടെ ഒന്ന് പറയാം ഏതൊക്കെ ഉണ്ടെന്നുള്ളത്. ബേസിക് ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക് ഡിവൈസസ്, അനലോഗ് സർക്യൂട്ട്സ്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് കൺട്രോൾ സിസ്റ്റം ആണ് വോളിയം 1 വരുന്നത്. നെക്സ്റ്റ് വോളിയം 2 നമുക്ക് വരുന്നത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഇലക്ട്രോമാഗ്നറ്റിക് സിഗ്നൽസ് ആൻഡ് സിസ്റ്റം, DSP, സെൻസേഴ്സ്, ട്രാൻസ്ഡ്യൂസേഴ്സ്, പിന്നെ കൺസ്യൂമർ ഇലക്ട്രോണിക്സിൽ വരുന്ന ടോപ്പിക്സ്. ദെൻ വോളിയം 3 ബേസിക് ഇലക്ട്രിക്കൽ, മൈക്രോ കൺട്രോളർ ആൻഡ് മൈക്രോ പ്രോസസർ, പവർ ഇലക്ട്രോണിക്സ്, മെഷർമെന്റ്സ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ്, പിന്നെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ്. നമ്മൾ RRB ട്രേഡ്സ്മാൻ എക്സാംസിനൊക്കെ അത് ചോദിക്കാറുണ്ട്. അപ്പൊ ഇനി വരാൻ പോകുന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും, അതേപോലെ തന്നെ RRB എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും, അതിനുശേഷം നമുക്ക് ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ട് വരുന്ന എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ നല്ലൊരു അസറ്റ് ആണ് ഈ ഒരു 4 സെറ്റ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ മെസ്സേജ് ചെയ്യുക, അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ തരുന്നതായിരിക്കും. ഇതിൻ്റെ ബുക്ക് മതി എന്നുള്ളവർക്ക് ആപ്പിൽ നിന്ന് അത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഹാർഡ് കോപ്പി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് ത്രൂ ഔട്ട് കേരള നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ തരുന്നതായിരിക്കും. സോ ഇത് നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഒക്കെ ചെയ്യുന്നവർക്ക്, ഈവൻ BTech സ്റ്റുഡൻസിനാണെങ്കിലും നല്ലൊരു അസറ്റ് ആണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ സബ്ജക്ട് നോളേജ് ഉണ്ടാവാനുള്ള നല്ലൊരു അസറ്റ് ആയിരിക്കും ഈ ഒരു ബുക്ക്. സോ ഇതിന്റെ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് ചെയ്യുക. താങ്ക് യു.